കഴിഞ്ഞ 2.5 വർഷമായി മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ മെഗാ ഹിറ്റുകളാണ്. 2022 ഒക്ടോബർ റിലീസായ മമ്മൂട്ടി കമ്പനിയുടെ റോഷാക്ക് എന്ന സൈക്കോളജിക്കൽ ത്രില്ലറിൽ ലൂക്ക് ആന്റണി എന്ന കഥാപാത്രത്തെ 2 കൈയും നീട്ടിയാണ് ജനം സ്വീകരിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിലും വൻ വിജയം നേടി. തുടർന്ന് 2022 തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമായ നൻപകൽ നേരത്തെ മയക്കം എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ജെയിംസ് സുന്ദരം എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മമ്മൂട്ടി മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നേടി. പടം ബോക്സ് ഓഫീസിലും വിജയം കണ്ടു. ADGP ക്രിസ്റ്റോഫർ ആന്റണി IPS എന്ന കഥാപാത്രവുമായി P. ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്ത ക്രിസ്റ്റോഫർ എന്ന ചിത്രം 2021 ഫെബ്രുവരി 9 റിലീസായി. ആവറേജ് വിജയമായ ക്രിസ്റ്റോഫറിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മികച്ച കൈയടി നേടി. കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂട്ടി കമ്പനിയുടെ 2023 സെപ്റ്റംബറിൽ റിലീസായ ചിത്രത്തിൽ ASI ജോർജ് മാർട്ടിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മമ്മൂട്ടി ഒരു സാധാരണ പോലീസുകാരന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ വളരെ തന്മയത്വമായി അവതരിപ്പിച്ചു. ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ബോക്സ് ഓഫീസിലും ലഭിച്ചത്. കാതൽ ദ കോർ എന്ന മമ്മൂട്ടി കമ്പനിയുടെ തന്നെ നവംബർ 21 റിലീസായ ചിത്രത്തിൽ മാത്യു ദേവസി എന്ന കഥാപാത്രവും അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഒരു കാർട്ടൂൺ ഡ്രാമയായിരുന്നു ചിത്രമെന്ന് പറയാം. ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി പ്രതിപാദിക്കുന്ന ചിത്രത്തിൽ എല്ലാ മാധ്യമങ്ങളുടെയും മികച്ച അഭിപ്രായം മമ്മൂട്ടി നേടി. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയവുമായി. 2024 ജനുവരിയിൽ റിലീസായ എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിൽ പ്രധാന റോളിൽ ജയറാമായിരുന്നു എങ്കിലും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ മമ്മൂട്ടി അഭിനയിച്ച ഡോക്ടർ അലക്സാണ്ടർ ജോസഫ് എന്ന കഥാപാത്രവും ചിത്രം പോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. 2024 ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തിയ ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ചിത്രം മികച്ച പ്രേക്ഷക പ്രീതി നേടി. മികച്ച സാമ്പത്തിക വിജയവുമാണ് മമ്മൂട്ടി കൊടുമൺ പോട്ടി എന്ന കഥാപാത്രവുമായി വന്ന ഭ്രമയുഗം നേടിയത്. 2024 മെയ് മാസം റിലീസായ ടർബോ എന്ന ആക്ഷൻ കോമഡി ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. ഡീന ഡെനീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന അടുത്ത മമ്മൂട്ടി ചിത്രം.